അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ലാലേട്ടന്റെ കൂട്ടത്തിൽ തന്നെ പറയേണ്ടത്, ഇവിടെ എല്ലാവരും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പേര്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നു ഒരു ഡോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഈ നിമിഷം വരെ ഏറ്റവും വലിയ സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് നിന്ന നമ്മളുടെ സ്വന്തം സുജി ചേച്ചി ആസ് എ മദർ എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ദി ജേർണി കൂടെ ഉണ്ടായിരുന്നു എന്നാണ് വിസ്മയ എല്ലായിടത്തും പറഞ്ഞത്. ചേച്ചിയെ കൂടെ ക്ഷണിക്കുന്നു, പക്ഷെ ഒരുമിച്ച് കയറിയാൽ മതി. ആ ഒരു പേരിനോട്, അച്ഛനിട്ട പേരിനോട് ഏറ്റവും കൂടുതൽ നീതി പുലർത്തുന്ന വിസ്മയ എന്ന പേരിനോട് ഏറ്റവും നീതി പുലർത്തിക്കൊണ്ട് വിസ്മയങ്ങൾ കാട്ടുന്ന ഒരു പെൺകുട്ടി എന്ന് തന്നെ പറയണം. ആളുടെ ഡെബ്യൂ മൂവി ട്രെയിലർ ലോഞ്ച് ആയിരിക്കും നടക്കുന്നത്, പക്ഷെ അന്നൊക്കെ അപ്പോഴത്തേക്ക് ഷീസ് എ പോയറ്റ്, എ പബ്ലിഷ്ഡ് ഓതർ, എ ട്രെയിൻഡ് മാർഷൽ ആർട്ടിസ്റ്റ്. എന്താ പറയണേ, ഇൻ എവറി സെൻസ് ഓഫ് വേർഡ് ആളൊരു ആർട്ടിസ്റ്റ് തന്നെയാണ്. Ladies and gentlemen, please join me in welcoming മലയാളത്തിന്റെ ഈ ഒരു 3 പേരെയും, വിസ്മയ മോഹൻലാൽ, കൂടെ സുജി ചേച്ചി, മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ, ഇവരെ 3 പേരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. It's an historical moment എന്ന് എന്താ പറയണം, പ്ലീസ് നിറഞ്ഞ കൈയാവാം. വിസ്മയ മോഹൻലാൽ, സുജി ചേച്ചി and ലാലേട്ടൻ is joining on stage. ലാലേട്ടന് അവിടെ നാട്ടിച്ചേട്ട് എന്താ കളിച്ചതെന്ന് മനസ്സിലാക്കില്ല. ലാലേട്ടാ, എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ അടുത്തും നമ്മൾ തുടങ്ങിയാലോ? അല്ല, ചേച്ചിയുടെ അടുത്തും തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം. ചേച്ചി വിസ്മയ എല്ലാ ഇന്റർവ്യൂയിലും, അതുപോലെ തന്നെ നമ്മൾ ആസ് എ മദർ കാണുന്ന ഇന്റർവ്യൂസിലും എല്ലാം നമുക്ക് മനസ്സിലാവും യു ആർ സൂപ്പർ എക്സൈറ്റഡ് അബൌട്ട് ദിസ് മൂവി. ആളുടെ ഒരു ഡ്രീമിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ഇവര് ആദ്യം ഒരു ഫസ്റ്റ് ഷോട്ട് എടുത്തൊരു സമയത്ത് ഹൗ വാസ് യുവർ ഫീലിംഗ് ആസ് എ മദർ, ഇത്രയും നാളെ കൂടെ നിന്ന് ആ ഒരു സ്വപ്നത്തിന് കൂടെ എന്നൊരു അമ്മ എന്ന നിലയ്ക്ക്? ഗുഡ് ഈവനിങ്. ഈ ആൻസർ പറയുന്ന മുമ്പ് ഐ ലൈക്ക് ടു സേ, ഇപ്പം എൻ്റെ 2 പിള്ളേരും സിനിമയിലാണ്. അവർ 2 പേരും വന്ന സിനിമ ബോത്ത് മൂവീസിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, പ്രണവ് സ്റ്റാർട്ടഡ് ഹിസ് മൂവി ആദിൻ്റെ അർത്ഥം ഇസ് ഓൾസോ ദ ബിഗിനിങ്. അതുപോലെ മായാസ് ഫിലിം തുടക്കം, വിച്ച് ഓൾസോ മീൻസ് ദ ബിഗിനിങ്. 2 പേരുടെയും സിനിമാസ് were directed by 2 JJs, ജിത്തു ജോസഫ് ആൻഡ് ജൂഡ് ആന്റണി ജോസഫ്. പിന്നെ കുറച്ചും കൂടി സിമിലാരിറ്റീസ് ഉണ്ട്, but these are the 2 similarities that I found, really interesting. തുടക്കം, അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇറ്റ് മീൻസ് ബിഗിനിങ്, and every beginning carries with it hope, dreams, courage, and everything that you really want to happen. അപ്പോൾ ഈ ഒരു ബിഗിനിങ് will not happen with just one person, right? അത് വന്നിട്ട് I wouldn't say that ഒരു film is only the work of one person, because many hands and many hearts come together with one shared vision. So I take this time to congratulate the director, Jude, producer Anthony, the writers, the technicians, the crew, the artists, and every single member of this crew. Thank you for making this happen for my daughter. Now, Maya is very lucky. She's very blessed, I would say, because ഒരു family production house and which helped her realize her dream. അതുപോലെ ഞാൻ എന്നിട്ട് മൈൻ്റെ കൂടെ ലൊക്കേഷനിൽ ഐ വാസ് വിത്ത് ഹർ എല്ലാ ദിവസവും ആ സെറ്റിലുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഒരു ഫാമിലി ഔട്ടിംഗ് പോലെ തന്നെ ആയിരുന്നു. സോ താങ്ക് യു എവറി വൺ ഫോർ മേക്കിംഗ് ദിസ്, ഫോർ മേക്കിംഗ് മായ വെരി കംഫർട്ടബിൾ. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, തുടക്കം is going to hit the screens on 7th. I hope the audience will embrace it with as much love with which it was made. And my prayers for this Tudakam is to be a beginning of something really beautiful.
So to answer your question, yes, I feel very proud as a mother to see Maya realize her dreams and come alive on screen. അതുപോലെ തന്നെ also for Ashish, because I've seen him grow. He's also like one of my children. So it's a very emotional moment for me. Gives me a lot of pride. Thank you. രശ്മി ചേച്ചി, സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ഒരു മൊമെൻ്റാണ്, ഒരു ഇമോഷണൽ മൊമെൻ്റാണ്. ശരിക്കും ഇവിടെ ഇരിക്കുന്ന പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മായ വിസ്മയ, മലയാളത്തിൻ്റെ വിസ്മയമാവാൻ പോകുന്ന ഞങ്ങളുടെ സ്വന്തം വിസ്മയ. ഓഫ് കോഴ്സ് you were in many you are a talented martial artist. കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. How how cinema excites you and how Tudakam excites you? I'm so grateful to be here. I feel like this is just open. Sorry, I'm okay. Okay, I'm going to speak in English because in Malayalam, if I think about my Malayalam, I'm going to get more nervous. But this was really a dream of mine, and the fact that it's actually come to life, I am so grateful, and it's been such a blessing. And like just looking around and seeing everyone who's been a part of this movie, Annie Chada, Q Chada, thank you so much. Sai Kumara, everybody, Choku, okay, everybody, yeah. Sorry, I'm so nervous, but yeah. I don't know what else to say, but I hope you guys enjoy the movie. Thank you so much, dear. Thank you so much. വിസ്മയ, ആ ഒരു പാട്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. that hit, that song which came out, social media full trending ആയിട്ടുള്ള ഒരു സോങ് ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് തീർച്ചയായിട്ടും തുടക്കം മൂവി വിസ്മയുടെ കരിയറിലെ ഏറ്റവും നല്ലൊരു തുടക്കമാവട്ടെ. മലയാള സിനിമയിൽ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ വിസ്മയ്ക്ക് സാധിക്കട്ടെ. ലാലേട്ടാ പ്ലീസ്. ഇനി ലാലേട്ടനോട് ചോദിച്ചോട്ടെ. ലാലേട്ടാ, ഞാൻ കുറച്ച് നെർവസായി. ലാലേട്ടാ, ഒരുപാട് സിനിമകൾ ട്രെയിലർ ലോഞ്ച്, ഒരുപാട് സിനിമകൾ. ഒരു സിനിമയെ കുറിച്ചുള്ള ഒരു കാര്യം വിച്ച് ഇസ് നോട്ട് ന്യൂ ഫോർ യു. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു തുടക്കം, എങ്ങനെയാണ് അത് ഡിഫറെൻ്റ് ആവുന്നത്? ഗുഡ് ഈവനിങ് എല്ലാവർക്കും. സന്തോഷകരമായ സായം നേരുന്നു. ഇവിടെ പലരും പറഞ്ഞു ഇവിടെ വന്നിട്ട് ഞാൻ ഭയങ്കര ടെൻഷനാണ്, എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ള അതേ മാനസികാവസ്ഥയിലാണ് ഞാൻ. അപ്പോൾ എന്താണ് പറയാൻ പോകുന്നത്? നിങ്ങളുടെ അതിൻ്റെ ആൻസറാണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. എത്രയും ടെൻഷനിലൊരു സ്റ്റേജിൽ നിൽക്കുക. ഇതിൻ്റെ ഒരു സങ്കടം എന്ന് പറയുന്നത് 48 വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ആദ്യത്തെ സിനിമയിൽ നമുക്കൊന്നും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ആലോചിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും അത് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് മോം അല്ലേ. ഒരു മകനും മകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആ ഫാമിലിയിലേക്ക് വരിക, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ നിന്ന് ഒരാൾ സിനിമയിൽ വരിക എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ സിനിമ വരുന്ന കാലത്ത് സിനിമ എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ അന്ന് വലിയൊരു തെറ്റായിട്ട് കണ്ടുകൊണ്ടിരുന്ന സിനിമയാണ്. പലരും നമ്മുടെ ഷൂട്ടിംഗ് സമയത്തെന്ന് പറയും, മോനെ എനിക്കൊരു മോനുണ്ട്, ഒരു കാശിനെ കൊള്ളില്ല, ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല, ഞാൻ വഴക്കുണ്ടാക്കി വീണ്ടും പോലീസ് വിളിച്ചുണ്ടോ, എന്തെങ്കിലും ഒരു ജോലി സിനിമയെ പോകും. കാലത്തിൽ നിന്നാണ് വന്നത്. ഞാൻ തമാശ പറഞ്ഞാണ്. പക്ഷെ വളരെയധികം സന്തോഷം. കാര്യം ആദ്യം ഞാൻ ആദ്യം നിങ്ങളോട് എന്താ പറയുക, ജിത്തുവിനോട് നന്ദി പറയുന്നു. കാര്യം എൻ്റെ മോൻ അഭിനയിച്ച സിനിമയിൽ എനിക്കൊരു ചാൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. സെയിം വിത്ത് ജു. താങ്ക് യു സോ മച്ച് ഫോർ എന്നെ അക്കോമഡേറ്റ് ചെയ്തതല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അങ്ങനെയുള്ള ഒരു നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് നിങ്ങളോട് ഭയങ്കര രസമായിട്ട്, കാര്യം നിങ്ങളാണ് ആ സിനിമ മുഴുവൻ കണ്ടിരിക്കുന്നത്, ഞാൻ കണ്ടിട്ടില്ല അല്ലേ. ഒരു എൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോഴും റീ റെക്കോർഡ് ചെയ്യുമ്പോഴും ഒക്കെ. അപ്പം നമ്മളൊക്കെ ആ സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ നമ്മൾ ഡബ് ചെയ്യുന്ന ഭാഗം മാത്രമേ കണ്ടുള്ളൂ, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. എനിക്കും ജോലി പറഞ്ഞ പോലെയാണ്, ഭയങ്കര പ്രതീക്ഷയായിട്ടൊന്നും വരേണ്ട ഒരു സാധാരണ സിനിമയാണ്, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാര്യം
സിനിമ കണ്ടിട്ടാണ് ആൾക്കാർ തീരുമാനിക്കുന്നത് ഇത് ഭയങ്കര ഒരു സിനിമയാണ്. ഇപ്പം എൻ്റെ സുചി പറഞ്ഞു തുടക്കം എന്ന് പറയുന്നത് ഒരു ബിഗിനിങ് ആണ്, ആദി എന്ന് പറയുന്ന ഒരു ബിഗിനിങ് ആണ്. അപ്പം ഞാൻ ആലോചിച്ചു എൻ്റെ ആദ്യത്തെ സിനിമയുടെ പേര് തിരനോട്ടം എന്നാണ്, അതൊരു ബിഗിനിങ് ആണ്. കഥകളി ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആ തിര മാറ്റി തിരശീല മാറ്റി വരുന്നത്, അതൊരു തിരശീല എന്ന് പറയുന്നത് ഒരു സ്ക്രീനായിട്ട് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അപ്പം ഇതൊക്കെ ഒരു പ്രീ ഡിസ്റ്റൈൻഡ് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതിൻ്റെ കൂടെ നടന്നു പോകുന്ന ഒരു കാര്യമാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു വാക്കാണ് വിസ്മയ എന്ന് പറയുന്നത്. വിസ്മയ എന്ന് പറയുന്നത് അതൊരു അത്ഭുതമല്ല, അതിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന അതങ്ങനെ അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു മീനിങ് പറയാൻ പറ്റുന്നില്ല, അത്തരത്തിലാണ്. അപ്പോൾ എൻ്റെ മകൾക്കും എൻ്റെ വീടിനൊക്കെ എനിക്ക് അത് പേരിടാനുണ്ട്. പിന്നെ ജോക്കു ഈസ് ലൈക്ക് മൈ സൺ അല്ലേ, എൻ്റെ മോൻ്റെ. അപ്പം എൻ്റെ മോൻ്റെ എൻ്റെ മകളുടെയും സിനിമ അങ്ങനെ തന്നെ ഞാൻ പറയാം, പൂന്നുള്ള രീതിയിലല്ല പറഞ്ഞു. അപ്പം എൻ്റെ ഒരു മകളുടെയും സിനിമയും അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. ഇതുപോലെ നിങ്ങളുടെയൊക്കെ മക്കളുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. പിന്നെ സായിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, പക്ഷെ സായിയുടെ അച്ഛൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു, അത് വലിയ കാര്യമാണ്. പലർക്കും അറിയില്ലായിരിക്കും, വെഴുതീർ പൂക്കൾ എന്നുള്ള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ട് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. ഒരുപാട് എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് അത് ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോഴും ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ ഓരോരുത്തരെ ഞാൻ എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഞാൻ ലൊക്കേഷനിലുണ്ടായിരുന്നു, ഞാൻ ലൊക്കേഷനിൽ പോയിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടു, അവർ വളരെ ഒരു ഫ്രണ്ട്ലി ആയിട്ട്, അങ്ങനെയാണ് ഒരു പിക്നിക്ക് പോലെ വേണം ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാര്യം നമ്മൾ പണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ശരിക്കും ഒരു ഫാമിലി പോലെയാണ് ഷൂട്ട് ചെയ്തിട്ട്. വി ഡോണ്ട് ഫീൽ ലൈക്ക് നമ്മളൊരു ജോലി ചെയ്യുന്നതായിട്ട് തോന്നില്ല. അങ്ങനെ തോന്നുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത്. പക്ഷേ ഈ സിനിമയിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ആ സിനിമയെ കൊണ്ടുപോകാൻ സഹായിച്ച മിസ്റ്റർ ആൻ്റണി പെരുമ്പാവൂരിന് സ്പെഷ്യൽ നന്ദി തരാം. ആൻ്റണി അങ്ങനെയാണ്, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആൻ്റണി എൻ്റെ കൂടെ 39 വർഷമാണ്. അപ്പോൾ ആ 39 വർഷം കൊണ്ട് സിനിമ എന്താണെന്ന് പഠിച്ച ഒരാളാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി ആൻ്റണി എല്ലാ കാര്യങ്ങളും ചെയ്യും, എല്ലാവരെയും കംഫർട്ടബിൾ ആക്കാൻ നോക്കും. അതൊക്കെ ആ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും. എനിക്ക് തോന്നുന്നു ആൻ്റണിയുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്കാർക്കും ഇങ്ങനെ ആൻ്റണിയോട് ദേഷ്യം തോന്നാൻ ഒരു കാരണവുമില്ല. അങ്ങനെ ദേഷ്യം തോന്നിയാലും ആൻ്റണിക്കൊരു പ്രശ്നമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ എന്തായാലും വളരെ സന്തോഷം ഉള്ള ഒരു ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ട്രെയിലർ കാണാം, ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ കാണാം. വൺസ് അഗൈൻ എല്ലാവർക്കും ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് പലർക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ണികൃഷ്ണൻ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ എൻ്റെ അമ്മൂമ്മയുടെ ബ്രദറിൻ്റെ മകനാണ്. ഉണ്ണികൃഷ്ണൻ വളരെ കൊച്ചിലെ കാലം വരെ കാണും നമ്മുടെ വീട്ടിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഒരു എന്താ ഒരു പുള്ളിക്ക് പോകുന്ന ഒരു വൈകാരിക നിമിഷമാണ്. കാര്യം നമ്മുടെ വീട്ടിൽ വേറെ ആരും അഭിനയിക്കാൻ തുടങ്ങിയില്ല, ഞാനാണ് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ലെഗസിയിലേക്ക് വീഴുന്നില്ലേ ഇങ്ങനെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ വലിയ കാര്യം. അപ്പം നമ്മുടെ കുട്ടികളെയൊക്കെ നിങ്ങളാണ് ഇനി നോക്കേണ്ടത്, അങ്ങനെയൊക്കെ പറയാം അല്ലേ. നിങ്ങളുടെ ഒരു കൈകളിലേക്കാണ് പറയുന്നത്, കൂടെയുള്ള എല്ലാവരും. അപ്പോൾ ഒരിക്കൽ കൂടെ ഇതിൽ അഭിനയിച്ച എല്ലാവരോടും ഞാൻ എന്താ പറയേണ്ട ഒരു സ്നേഹം പറയുന്നു, നന്ദി എന്നൊന്നും പറയുന്നില്ല. അതൊക്കെ വലിയ വാക്കുകളാണ്, അത് പറയാൻ പറ്റുന്നില്ല. വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ നല്ല ഒരു ഈവനിങ് ആയി മാറട്ടെ. താങ്ക് യു സുചി ഫോർ ടേക്കിംഗ് കെയർ ഓഫ് മായ. ശാന്തി ആൻ്റണിയുടെ വൈഫ് ശാന്തി ഫുൾ ടൈം ഉണ്ടായിരുന്നു. ജോക്കു വാസ് വെരി ഹെൽപ്ഫുൾ. ആൻ്റണിയുടെ മോളുണ്ടായിരുന്നു, പൊന്നു ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി എന്തിനാ മെസ്സി എന്നുള്ള ആ ഡോഗിനെ പോലും ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നു. അതുപോലും അത്രയും നല്ല രസമായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നല്ലൊരു സായനം നേരുന്നു. താങ്ക് യു സോ മച്ച്. തുടക്കം എന്നുള്ളൊരു സിനിമ ഈശ്വരൻ്റെ കൃപയാൽ വലിയൊരു സക്സസ്ഫുൾ ഫിലിം ആകട്ടെ, അങ്ങനെ ഞാൻ പറയുള്ളൂ. അതിനുള്ള ഒരു കാതൽ, അതിനുള്ളൊരു എന്താ പറയണ്ട ഒരു ആത്മാർത്ഥത, അതിനുള്ളൊരു ജോലി അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് എല്ലാവരും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അടക്കം. താങ്ക് യു. താങ്ക് യു ലാലേട്ട. ഇനി
എനിക്ക് തോന്നുന്നു ലൂസിഫർ എന്ന് പറയുന്ന ഒന്നും വേണ്ട അത് ഞങ്ങൾക്ക് പറയണല്ലോ.